ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കേക്കാണ്. സ്റ്റീം ചെയ്തിട്ടുള്ളൊരു കേക്കാണിത്. ഒരു പുഡിങ്ങിൻ്റെ ഒക്കെ സ്റ്റൈലിലുള്ളൊരു കേക്കാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി സെപ്പറേറ്റ് ചെയ്ത വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ചായി ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പഞ്ചസാര അലിയുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രീമി ആയിട്ടുള്ള രീതിയിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. മഞ്ഞ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മഞ്ഞ ഒന്ന് മിക്സ് ആവുന്നവരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ക്രീമി സ്ട്രക്ചറിൽ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റെയിനർ വെച്ചിട്ട് അതിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ മുട്ട മിക്സിലേക്ക് മൈദ കുറച്ചായി ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ബീറ്റ് ചെയ്യരുത്, ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലാം മൈദയും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഫോൾഡ് ചെയ്യരുത്. കുറച്ചായി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം, നമ്മൾ ഏതിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ട് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. അതായത് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് ആവി കയറി പെട്ടെന്ന് തന്നെ വേവാൻ വേണ്ടിയിട്ടാണ്. ഇനി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന് മുകളിലൊരു പാത്രം വെച്ചിട്ട് കേക്ക് വെച്ച് കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ ഇത് വേവാനെടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മലായി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഒന്ന് കുറുകി വരുന്നവരെ തിളപ്പിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണം. അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ടൂത്ത് പിക്ക് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ഹോൾ പോലെ ഒന്ന് കുത്തി കൊടുക്കാം. കാരണം മലായി ഒഴിക്കും അതിലോട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അതിൽ പിസ്തയോ ബദാമോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചെറീസും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ മലായി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.